കർത്താവിനെ മഹത്വം നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോയിലൂടെ വന്ദനം ചൊല്ലുന്നു. നമ്മൾ അല്പം ദൈർഘ്യമുള്ള ഒരു പഠന പരമ്പര ആരംഭിക്കുകയാണ്. ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ ആധികാരികതയ്ക്കൊത്തവണ്ണം വളരെ ഷോർട്ടായിട്ടുള്ള മിക്കവാറും ഒരു അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന വീഡിയോ ആയിട്ട് വെളിപ്പാട് പുസ്തകം സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ഇപ്പോൾ ലഭ്യമായ ദൈവിക വെളിപ്പാടുകളും ദൈവിക ആലോചനകളും വചനത്തിൻ്റെ സത്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലെ ആരംഭമായിട്ടുള്ള ഒരു 3-4 സെക്ഷനുകൾ വെളിപ്പാട് പുസ്തകം എഴുതിയത് AD 70 മുമ്പാണ് എന്ന് തെളിയിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ തെളിവുകൾ, ആധികാരികമായ തെളിവുകൾ, ദൈവവചനം ദൈവനിശ്വാസ്യമായതുകൊണ്ട്, അത് വിശ്വസനീയമായതുകൊണ്ട് ആരംഭത്തിൽ അത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഇടയിൽ മിക്കവാറും എല്ലാവരും വെളിപ്പാട് പുസ്തകം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രസംഗിക്കുകയും അതിൽ കൃത്യമായ ഒരു ബോധ്യമില്ലാതെ പലരും പല വഴിക്ക് പല രീതിയിൽ തിരുവെഴുത്തുകളെ അവർക്ക് ലഭിച്ച ബോധ്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ വേദപുസ്തകത്തിനകത്ത് ഉള്ള തെളിവുകൾ കൊണ്ട് ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനിതിനു മുമ്പും കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തായിരുന്നു. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ, വ്യക്തതയോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം വെളിപ്പാട് പുസ്തകം AD 70 മുമ്പ് എഴുതി എന്നതിൻ്റെ ഇന്റേണലായിട്ടുള്ള തെളിവുകൾ, പുറത്തുള്ള തെളിവുകളല്ല, ഇന്റേണലായിട്ടുള്ള തെളിവുകൾ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം നമുക്കവിടെ എഫെസോസ് സഭയെ, താഴെ സ്മുർന്ന സഭയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് പദപ്രയോഗങ്ങളുണ്ട്. ഒരു ബൈബിളിലെ കുറച്ച് ഇഡിയംസ് ഉണ്ട്. അതിലൊന്ന് നിക്കലോവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു, ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നീ അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീ മുഖാന്തരം സഭയ്ക്കകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചും തെറ്റിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തികളെ, പഴയ നിയമത്തിലെ വ്യക്തികളെ ചേർത്ത് സംസാരിക്കുന്നത് കാണാനായിട്ട് പറ്റും. വാസ്തവത്തിൽ ഇതൊരു യഥാർത്ഥത്തിലൊരു പ്രയോഗമാണ്. അത് പഴയ നിയമത്തിലെ ഇൻസിഡൻസുമായിട്ട് ചേർത്ത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം 300 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. 300 വാക്യങ്ങൾ അല്ലെങ്കിൽ 300 വാക്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ പ്രവചന പുസ്തകത്തിൻ്റെ ഡേറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിവൃത്തിയാകുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടത്. അപ്പം അപ്പോക്കാലിപ്സ്, അതായത് ഭാവികാല ശാസ്ത്രം, പ്രവചനങ്ങൾ എഴുതി വച്ചിരിക്കുന്ന മറ്റു പുസ്തകങ്ങളുണ്ട്. അതൊന്ന് എസെക്കിയേൽ, മറ്റൊന്ന് ദാനിയേൽ, ജെറേമിയാവ്, യെശയ്യാവ്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, പ്രവചനങ്ങളുടെ പുസ്തകം, ഹോശേയ പ്രവചനം, ഒരുപാട് പ്രവചന പുസ്തകം. അപ്പം ആ പുസ്തകങ്ങളുടെ കാലം, അത് എഴുതിയ കാലം അറിയേണ്ടത് നിർബന്ധമാണ്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിന്ന് അത് എപ്പോഴാണ്, എപ്പോൾ നിവൃത്തിയായി, ഏത് സംഭവമാണ് അവരുദ്ദേശിച്ചത്, എപ്പോൾ നടക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പം വെളിപ്പാട് പുസ്തകം എന്നാണ് എഴുതിയതെന്ന് മനസ്സിലാക്കേണ്ട വലിയ അടിയന്തരമായ ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു കാര്യത്തിനകത്ത് ഒരു ശിശുവാണ്. എന്നെക്കാളും വലിയ ജയൻസ്, ഭയങ്കരമായ ലെജൻഡുകൾ ഈ വിഷയങ്ങൾ കൃത്യമായ നിലയിൽ ഓൾറെഡി ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്ബിറ്റീരിയൻ സഭാ വിഭാഗത്തിൽപ്പെട്ട ജോൺ ഡാർബി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മാർഗരറ്റ് മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ലഭിച്ച ദർശനത്തിൽ നിന്ന്
കൊണ്ടുവന്ന ഒരു പഠനമാണ് ഇന്ന് നമ്മുടെ കരിസ്മാറ്റിക് പെൻഡക്കോസ്റ്റൽസ് ബ്രദറൻ മൂവ്മെന്റുകളിൽ പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിസം. ഫ്യൂച്ചറിസം അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ പ്രബലമായിരുന്നില്ല. കാരണം ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന യുഗപര പഠനം എന്ന് പറയുന്നത് എത്ര യുഗങ്ങളുണ്ടെന്ന്, യുഗങ്ങൾ ഇങ്ങനെ ദൈവം ഓരോ കാലത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പഠനം. അത് D.L. മൂഡിയാണ്, മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പോപ്പുലറൈസ് ചെയ്തു. അത് പ്രിന്റഡ് മേഖലയിൽ സ്കോഫീൽഡ് ബൈബിളിലൂടെ ലോകത്ത് വ്യാപിക്കുകയും ചെയ്തു. ഇതിലൊരു വലിയ പ്രശ്നം ഫ്യൂച്ചറിസം എന്ന് പറയുമ്പോൾ ഒരുപാട് വേദപുസ്തകത്തിലെ വാക്യങ്ങളെ അവർക്ക് കൃത്യമായ നിലയിൽ അവതരിപ്പിക്കാൻ പറ്റാതെ, ഇതിൻ്റെ ആദ്യവും അന്ത്യവും എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാതെയാണ് ഇവരിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കി, ഇത് എന്തിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉറപ്പിക്കപ്പെടേണ്ടത് ഒരു ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിലും വേദപുസ്തകത്തെ പഠിക്കുന്ന ഒരാളെന്ന നിലയിലും ഇന്നും ഞാനൊരു സ്റ്റുഡൻ്റാണ്. ആ നിലയിലും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനിയെങ്കിലും അടുത്തൊരു തലമുറയെങ്കിലും ഈ കാലങ്ങളിൽ പിന്തുടർന്നു വന്ന കാര്യങ്ങൾ മാറ്റി ചിന്തിക്കണം എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ കൂടുതൽ മുഖവരെ ഒന്നും പറയാതെ പോവുകയാണ്. ഇവിടെ പഴയ നിയമത്തിലെ ധാരാളം ഉദ്ധരണികൾ ഈ വേദഭാഗത്തുണ്ട്. അതുപോലെ 7 സഭകൾ, 7 ചർച്ചസ്, ആ സഭകളെ കുറിച്ചാണ് വാസ്തവത്തിൽ ഇവിടെ ആദ്യമായിട്ട് അതിൻ്റെ കത്തുകൾ കൊടുക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയൊക്കെ ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് 7 സഭകൾ നമ്മൾ ഇന്റേണലി അത് പരിശോധിക്കുന്നത്, ഇത് എപ്പോഴാണ് എഴുതി, എന്തിനു വേണ്ടി എഴുതിയെന്നാണ്. എഫസോസ്, സ്മുർണ, തുയതൈര്യ, പെർഗമോസ് എന്ന് പറഞ്ഞു തുടങ്ങിയ 7 സഭകൾ ഏഷ്യൻ മൈനറിൽ അന്നുണ്ടായിരുന്നു എന്നതും, ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച്, സെന്റ് ജോണിനെ കുറിച്ച് എഴുതിയ ഒരു വലിയ ഒരു പ്രഗത്ഭനായ പണ്ഡിതനായ ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സെന്റ് ജോൺ. സെന്റ് ജോണിനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് എം മക്ഡൊണാൾഡ് എന്നാണ്. സോ ഈ ആള് അതിനകത്ത് പരാമർശിച്ചുകൊണ്ട് ആ കാലത്ത്, അത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലത്ത് അത് ഏഷ്യൻ മൈനറിൽ 7 സഭകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ലവോദിക്ക സഭയുടെ കാര്യം കൊലോസ്യ ലേഖനത്തിൽ വായിക്കാനായിട്ട് പറ്റും. കൊലോസ്യ ലേഖനത്തിൽ പോയി കഴിഞ്ഞാൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കുറച്ച് വാക്യങ്ങളോട് എടുത്തു പോകാം. നമുക്കിതൊരു പ്രോഗ്രാം ചെയ്യുകയല്ല, മറിച്ച് ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് അത് അല്പം നിങ്ങൾ അത്യാവശ്യമുള്ളവർ കേൾക്കുക. കാരണം നിങ്ങളുടെ ഒരുപാട് ഡിസപ്ഷൻ മാറിക്കിട്ടാൻ ഇത് ഉപകരിക്കപ്പെടും. നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ കൊണ്ട് തെളിയിക്കുകയാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്കും ലവോദിക്കർക്കാർക്കും എൻ്റെ കണ്ണിൽ കാണുന്നില്ല, ഹിയതബാലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ സാക്ഷി. അപ്പം ലവോദിക്കക്കാരുമുണ്ട്. മലയാളത്തിൽ അത് എഴുതിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഹിയതബാലിക്കാർ എന്ന് പറഞ്ഞത് അവിടെ അടുത്തുള്ള വേറൊരു സഭയാണ്. ഇത് ഈ ലവോദിക്ക സഭ കൊലോസ്യ സഭയും ലവോദിക്ക സഭയും തമ്മിൽ അടുത്തടുത്താണ്. ജിയോഗ്രഫിക്കലി ഒരുപാട് ഡിസ്റ്റൻസ്. ഈ ചരിത്രത്തിന്റെ തെളിവിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഏകദേശം നീറോ ചക്രവർത്തിയുടെ 9-ാമത്തെ വാഴ്ചയുടെ കാലത്ത്, ആ കാലത്ത് ലവോദിക്ക പട്ടണത്തിൽ അതിശക്തമായ നിലയിൽ കൊലോസ്യ ലവോദിക്ക പട്ടണത്തിൽ വലിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായി. ലവോദിക്ക തകർന്നുപോയി, കൊലോസ്യ സഭയും തകർന്നുപോയി. എന്നാൽ കൊലോസ്യ സഭ പിൽക്കാലത്ത് ലവോദിക്ക സഭയുമായി വന്ന് ഒരുമിച്ച് ചേർന്നു എന്ന് ആ കാലത്ത് എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അന്ന് നശിച്ചുപോയ ലവോദിക്ക സഭയെ പുതുക്കി പണിയാൻ അവർക്ക് റോമിൻ്റെ സഹായം ആവശ്യമില്ല. കാരണം ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്: ഞാൻ ധനവാനാണ്,
എനിക്ക് യാതൊരു മുട്ടുമില്ല. വളരെ സമ്പന്നമായ ഒരു സഭയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അതുകൊണ്ട് ഏകദേശം 2 വർഷം കൊണ്ട്, 61-ലാണെന്ന് തോന്നുന്നു, ഏകദേശം ആ ഡേറ്റ് അങ്ങനെയാണ്, 63 ആയപ്പോഴേക്കും AD 63-ൽ ലവോദിക്ക സഭ പുതുക്കി പണിതു. കൊലോസ്യ സഭയിലുള്ള ആളുകൾ ലവോദിക്ക സഭയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ കൊലോസ്യം, ലവോദിക്കയും, നമ്മൾ നേരത്തെ പറഞ്ഞ പേര് വായിക്കൊള്ളാത്തൊരു പേരുള്ള സഭയും കൂടെ ചേർന്ന് ഒരു സഭയായി തന്നെ തുടരുകയാണ്. അപ്പം ഈ 7 സഭകൾ ആ കാലത്ത് നിലവിലുണ്ട്. ആ നിലവിലുള്ള സഭയോടാണ് ദൈവത്തിന് ദാസനായ യോഹന്നാൻ ലേഖനം എഴുതുന്നത്. ഇനി ഈ സംഭവം നടന്ന് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു റിയാലിറ്റി ഇതിനകത്തുണ്ട്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ 7 സഭകളും ഭൂമിയിലില്ല. ആ സഭയുടെ അവശിഷ്ടങ്ങൾ പോലും മിക്കവാറൊക്കെ ആർക്കിയോളജിസ്റ്റുകാർ കണ്ടുപിടിക്കും. അപ്പം അവരോട് അത് എഴുതുമ്പോൾ അത് കേട്ട ഓഡിയൻസിന് ഒരു നിശ്ചയമായിട്ട് ഒരു റെലവൻസ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത നമ്മുടെ ഡിസ്പെൻസേഷൻ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ 7 കാലഘട്ടമാക്കി മാറ്റി. 7 കാലഘട്ടം. ബ്രദറൻകാരായിരിക്കുന്നത് അത് ചെയ്തെന്ന് തോന്നുന്നു. ബ്രദറൻകാരുടെ കാലഘട്ടത്തെ അവർ ബ്രദർ എന്നർത്ഥം വരുന്ന ഫിലദൽഫിയ സഭയുമായിട്ട് ചേർത്ത് പറഞ്ഞു. അപ്പൊ ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രദറൻ സഭയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ ഉള്ളത് പെന്തിക്കോസ്തിന്റെ കാലഘട്ടം. അതുകൊണ്ട് അത് ലവോദിക്ക സഭയാണ്. ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്യാം, കളിയാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ 7 സഭകൾക്ക് ഈ ലേഖനത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ് വെളിപ്പാട് പുസ്തകമെങ്കിൽ ദൈവം വളരെ വേഗത്തിൽ, പെട്ടെന്ന് എഴുതിക്കോ, വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് അവർക്കത് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ സ്മിർണ സഭ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഈ ഫ്യൂച്ചറിസ്റ്റ് ആളുകൾ. അതായത് പോളികാർപ്പ് അതിലെ സഭയിലെ അധ്യക്ഷനായിരുന്നു. അതൊക്കെ ഉണ്ടായത് AD 90-ന് ശേഷമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അതും നമുക്ക് തെളിവുകളില്ലാത്തതാണ്. സ്മിർണ സഭയും അവിടെ ഉണ്ടായിരുന്നു. കാരണം എഫസോസ്, സ്മിർണ, തുയതൈര, പെർഗമോസ് തുടങ്ങിയ എല്ലാ സഭകൾക്കും വേണ്ടിയാണ് എമർജൻസി ആയിട്ട് അത് എഴുതുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഒരു ചെറിയ തുടക്കമിടുക, ഇതിന് ഇന്റേണലി നമുക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കാരണം ഇത് ആ സഭ, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്നത് AD 70-ന് മുൻപാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു യുദ്ധം കാണാൻ പറ്റും. ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം തുടർന്ന് വരുമ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിച്ച് വന്നോളാം. തൽക്കാലം അത്യാവശ്യത്തിൽ പറയാൻ വേണ്ടി, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്കൊരു യുദ്ധം കാണാൻ പറ്റും. 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താൻ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ സാത്താൻ, അല്ലെങ്കിൽ മഹാസർപ്പം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ട്രാഗൺ, സാത്താൻ, പിശാച് എന്നൊക്കെ പറയുന്നു. ഈ വ്യക്തി എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ, ബൈബിളിനെ വെറുതെ വിളിച്ച് പറയല്ല, ബൈബിളിന്റെ ഭാഷയിൽ അന്നത്തെ ദൈവത്തിനും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനും വിരോധമായി നിൽക്കുന്ന മഹാപുരോഹിതനാണ്. അപ്പൊ ഈ മഹാപുരോഹിതൻ ഈ 12-ാമത്തെ അധ്യായത്തിലാണ് വെട്ടേറ്റ് നിലത്ത് വീഴുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഭാവിയിൽ ഏതോ അങ്ങ് സെലസ്ട്രിയൽ ഇരിക്കുന്ന, ഏതോ അങ്ങ് എവിടെ സ്പേസിൽ അങ്ങോട്ട് ഇരിക്കുന്ന ഒരു സാധനത്തെ വെട്ടിയിടുന്ന സംഭവമല്ല. ഇത് അവിടുത്തെ മഹാപുരോഹിതൻ. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന എഫസോസ് സഭയ്ക്ക് ആ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നു. അപ്പം മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി എന്ന് നമ്മൾ വായിക്കും. മിഖായേൽ എന്ന് പറയുന്ന പ്രധാന ദൂതനാണ്. അവിടെ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് നമുക്ക് ബൈബിളിൽ അറിയാം. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സ്വജാതിക്കാരുടെ പ്രഭുവായ മിഖായേൽ, പ്രഭു
പ്രിൻസ്, ദ ആർക്കേഞ്ചൽ, ദാറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തു. അപ്പം കർത്താവ് യേശു ക്രിസ്തുവും അവന്റെ ദൂതന്മാരും എന്ന് പറഞ്ഞാൽ ദ മെസ്സഞ്ചേഴ്സ്, അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ് ആൻഡ് ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവരോട് പടവെട്ടുക എന്ന് പറഞ്ഞാൽ ദേ വെർ ഫൈറ്റ് വിത്ത് ദ ഗോസ്പൽ. അത് നമ്മൾ കാണുന്നത് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പം ഈ എഫസോസ് സഭ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് പോരാട്ടമുണ്ട്, യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരോടാന്ന് നോക്കിയ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് കഴിഞ്ഞ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഞാൻ ചോദിച്ചോട്ടെ, വെട്ടേറ്റ് നിലത്ത് വീണുപോയ ഏതോ ഒരു ക്ഷുദ്രജീവിയാണ് നമ്മൾ ഈ പറയുന്ന പിശാചെങ്കിൽ അവനെ തകർക്കാൻ ദൈവത്തിന്റെ ആയുധം എടുക്കേണ്ട ആവശ്യം. ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കണമെങ്കിൽ ഈ നിൽക്കുന്ന വ്യക്തികൾ ദൈവവുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം. ഇത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ കാണുന്ന ഏതോ ഭൂതപ്രേത പിശാചുക്കളല്ല. ഇനി ആരൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. എവിടത്തെയാ? ഈ ലോകത്തിന്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു വെക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ദ റൂളേഴ്സ് ഓഫ് ദിസ് ഏജ്, റൂളേഴ്സ് ഓഫ് ദിസ് ഏജ്, ദ ഏജ് ഓഫ് ഡാർക്ക്നെസ്. ലോകാധിപതി എന്ന് പറഞ്ഞത് ഏജ് മീൻസ് ദ ഏജ് ഓഫ് മോസസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോശയുടെ ലോകത്ത് മോശയുടെ കാലത്ത് അധിപതികളായിരിക്കുന്നവർ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ പൗരോഹിത്യവർഗാണ്. അവരാണ് സ്വർലോകങ്ങളിൽ ഇരിക്കുന്ന ദൈവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം അവിടെ നമ്മൾ അടുത്തൊരു എവിഡൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ യുദ്ധം നടക്കുന്നു. 12-ലാണ് യുദ്ധം നടക്കി അവനെ വെട്ടിയെടുത്തു. അപ്പം അതിനു മുൻപ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവർക്ക് യുദ്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, ഒരു ദിവസം വരുന്നുണ്ട്, ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും. അപ്പം എതിർത്ത് നിൽക്കണം, കഴിഞ്ഞ ശേഷം ഉറച്ചു നിൽക്കണം. അതിന് ദൈവത്തിന്റെ സകല സർവായുധവർഗവും എടുത്തുകൊള്ളുവിൻ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂയിഷ് റൂളേഴ്സ്, അവിടുത്തെ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്, സെൻഹദ്രിൻ സംഘം, കർത്താവിന്റെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച പൗരോഹിത്യവർഗം, അവിടെയുള്ള റൂളേഴ്സ്, ദേവാലയവുമായി ബന്ധപ്പെട്ടപ്പം അവരുടെ മുമ്പിലാണ്, ഈ പുരോഹിതന്മാരുടെയും ഈ സെൻഹദ്രിൻ സംഘത്തിന്റെ മുമ്പിലാണ് നീതി എന്ന വസ്ത്രവും വിശ്വാസം എന്ന പരിചയും രക്ഷ എന്ന ശിരസ്ത്രവും ആത്മാവിന്റെ വാളും എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് പറയുന്നു. സോ ഞാൻ ഈ പറഞ്ഞു വരുന്ന സാരം, വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ യുദ്ധം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ആ നടക്കാൻ പോകുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനത്തില് ആ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി സർവായുധവർഗം ധരിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. അപ്പൊ അതിന്റെ അർത്ഥം, ഈ എഫെസോസ് സഭയ്ക്ക്, അതേ എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതിയിട്ടുണ്ട് കേട്ടോ, ലേഖനം എഴുതിയിട്ടുണ്ട്. ആ എഫെസോസ് സഭ അല്പകാലം കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നു. സോ അത് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മോശയുടെ കാലം അവസാനിച്ചിട്ടില്ല. മോശയുടെ കാലം തീരാൻ പോകുന്നത്, ദ ഏജ് ഓഫ് മോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് പാസ്ഡ് അവേ. അതുകൊണ്ട് ചർച്ച് വാസ് റെഡി ഫോർ ദാറ്റ് ഫൈറ്റ്. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ. ദുർദിവസം എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ദിവസമല്ല പ്രിയപ്പെട്ടവർ. ദുർദിവസം ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ ദിവസം. ആ ദിവസം വന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എതിർത്ത് നിൽക്കുവാനായി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വെളിപ്പാട് പുസ്തകത്തിലെ പിശാച് ഇതുവരെ വെട്ടി വീണിട്ടില്ല. അതിന്റെ തെളിവ്, ആ തെളിവ് നമുക്ക് ഈ പുസ്തകം AD 70 പൗരോഹിത്യവർഗത്തെ തീർത്തതെന്ന്. ഇന്ന് മഹാസർപ്പവും പാമ്പെന്ന് പറയുന്നൊരു സംഭവം ഇല്ല. എതിർ ക്രിസ്തു ആയാലും ആന്തിക്രിസ്തു ആയാലും മഹാസർപ്പമായാലും പാമ്പായാലും സാത്താനായാലും AD 70 അവ വെട്ടേറ്റ് താഴെ വീണു. അങ്ങനെ താഴെ വീണത് കൊണ്ടാണ് 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്. നോക്കി,
അവനെ വെട്ടി താഴെയിട്ടു. ആരെ? ഈ മഹാസർപ്പത്തെ. ഈ മഹാസർപ്പത്തിന്റെ പ്രത്യേകത എന്തുവാ? സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ പോയി കുറ്റം പറയുക. ദൈവസന്നിധി ഏതാ? യെരൂശലേം ദേവാലയം. യഹോവയുടെ സന്നിധിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ റോക്കറ്റ് കയറി അങ്ങ് മുകളിൽ പോകുന്നല്ല പ്രിയരെ. അത് അന്ന് ബൈബിളിൽ എവിടെയെങ്കിലും യഹോവയുടെ സന്നിധി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദൈവാലയവുമായി ബന്ധപ്പെട്ട സ്ഥലം. അപ്പൊ ദൈവസന്നിധിയിൽ പോയി പാപത്തെ പരിഹരിക്കേണ്ട പുരോഹിതൻ കുറ്റപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ അവനെ വെട്ടി താഴെ ഇട്ട് കളഞ്ഞു. ഇത് കഴിയുമ്പോൾ ഇവനെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അവർ അവനെ തങ്ങളുടെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു. അപ്പം സർവായുധവർഗം ധരിച്ച് ദൈവത്തിന്റെ പുത്രന്മാർ, അപ്പോസ്തലന്മാർ, സഭ എല്ലാം ഒരുമിച്ച് വിശ്വാസത്തിൽ നിൽക്കുക. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന യുദ്ധത്തിൽ ദൈവം തന്നെ അവരെ വെട്ടി താഴേക്കിടുക. ഇത് നമ്മൾ വായിക്കുമ്പോൾ എല്ലാം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. എപ്പോഴും വെളിപ്പാട് പുസ്തകം മിക്കവാറും എല്ലാം തന്നെ സിംബോളിക്കറി, അലിഗോറിക്കലിയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മറന്നുപോകും. ഒന്നാമത്തെ തെളിവ് നമ്മൾ ചർച്ചസിന്റെ ആണ്. അത് ചർച്ചിന്റെ അവരുടെ ഓഡിയൻസ് റെലവൻസ്, ആ ജനത്തിന് ബാധകമാണ്. അവരെ എഴുതി കൊടുക്കുക ഈ പുസ്തകം. എഫെസോസ്, സ്മുർന്നയ്ക്കും, തുയതൈക്കും, ലവോദിക്കയ്ക്കും, ഫിലദൽഫിയയ്ക്കും ഒന്നും ഈ പുസ്തകവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് എഴുതി കൊടുക്കേണ്ട ആവശ്യം. അതാണ് ആദ്യത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് ഞാൻ പറഞ്ഞത്, ഈ നിങ്ങളത് വളരെ ശ്രദ്ധിച്ചേക്കണം. വേദപുസ്തകത്തിനകത്ത് ഓരോ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് എടുക്കണം. അല്ല, പൗലോസ് പറഞ്ഞ പോലെ കൃത്യമായ നിലയിൽ അത് മുറിച്ചെടുക്കണം. എഫെസോസ് സഭ ആ ലേഖനം അവർക്കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ആ സഭ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്നു. ആരുമായുള്ള യുദ്ധത്തിൽ? പിശാചുമായിട്ടുള്ള യുദ്ധം. ആ പിശാചുമുള്ള യുദ്ധം എപ്പോൾ നടക്കാൻ പോകുന്നു? 12-ാമത്തെ അധ്യായം നടക്കാൻ പോകുന്നു. സോ അത് ഈ പുസ്തകം AD 70 മുമ്പ് എഴുതപ്പെട്ടതിന്റെ മറ്റൊരു ശക്തമായ തെളിവാണ്. കാരണം അവിടുത്തെ മഹാസർപ്പവും പിശാചും സാത്താനും 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒന്നല്ല. അത് മഹാപുരോഹിതനാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ മുമ്പോട്ടുള്ള പഠനത്തിൽ ഞാൻ കൃത്യമായി കൊണ്ടുവരുന്നതായിരിക്കും. ഇനി വെളിപ്പാട് പുസ്തകം തന്നെ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് വരണം. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ കാണുന്നത്, എങ്കിലും സോ മെനി തിങ്സ് ആർ മുകളിലുണ്ട് ഞാൻ വായിക്കുന്നത്. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. ഓക്കെ, നിനക്കുണ്ട്. അടുത്ത വാക്യം, അവണ്ണം തന്നെ നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിനക്കുണ്ട്. അതായത് അവിടെ സുവിശേഷത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിക്കലോവ്യരുടെ ഉപദേശവും ബിലയാമിന്റെ ഉപദേശവും കൈക്കൊള്ളുന്നവർ നിനക്ക് അവിടെ ഉണ്ട്. അത് അടുത്ത് നോക്കിയാൽ, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അടുത്ത സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹിഷ്ണുതയും എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് വെച്ച്, ശ്രദ്ധിക്കണം, ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കും. അപ്പം അവിടെ വേറൊരു ഉപദേശം, ഇസബേൽ എന്ന് പറഞ്ഞ ഈ ആഹബിന്റെ ഭാര്യ ഉയർത്തെഴുന്നേറ്റ് വന്നല്ല, അവിടെ ഒരു ഉപദേശം പഠിപ്പിക്കുക, എന്തോ വിഗ്രഹാർപ്പിതം തിന്നണം, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കണം, വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിപ്പാനും വിഗ്രഹാരാധന അർപ്പിപ്പാനും ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും. ഈ ദുർനടപ്പാചരിക്കുക എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഈ സെക്ഷൽ ഇമോറാലിറ്റി എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ ബൈബിളില് ദുർനടപ്പ് എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് വിഗ്രഹങ്ങളെ പോയി ആരാധിച്ചോളാം. കാരണം ഇസബേല് വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ബൈബിളില് യഹോവയായ ദൈവം എന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് ദേവന്മാരെ സേവിക്കാൻ പോകുന്നതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ദുർനടപ്പ്.
അല്ലാതെ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പരസംഗമോ അല്ലെങ്കിൽ മറ്റ് അഡൾട്ടറിക്ക് പറയുന്ന പേരല്ല. അങ്ങനെ പറയുന്നില്ലെന്നല്ല, പക്ഷെ പ്രധാനമായിട്ട് ഇസബേലുമായി ബന്ധപ്പെട്ട് അവൾ ബാലിനെ ആരാധിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അവൾ ദുർനടപ്പുകാരി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യണം? വിഗ്രഹാർപ്പിതം തിന്മാനും. അപ്പൊ ഇതൊരു വല്ലാത്തൊരു കോൺട്രവേഴ്സ്യലായി. വിഗ്രഹാർപ്പിതം തിന്മാനും എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട് പോകേണ്ടത് 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോകണം. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, അത്യാവശ്യം ഇത് പറഞ്ഞെങ്കിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ പറഞ്ഞാലും സ്വീകരിക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇടുന്ന മെസ്സേജ് അത് പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിക്കുക. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം, 2 Corinthians chapter 11. Let's take it. അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ ഞാൻ ആരംഭത്തിൽ വായിക്കുകയാണ്. 11-ന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്തിട്ട്, സോറി ഇറ്റ് ഈസ് ഫസ്റ്റ് കൊരിന്ത്യൻ, സെക്കൻഡ് കൊരിന്ത്യൻസ്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന ഉപദേശത്തിന് വിരോധമായിട്ട് വന്ന് പ്രസംഗിക്കുന്ന ആളുകൾ എവിടെയുണ്ട്? കൊരിന്തിലുണ്ട്. അപ്പൊ ആ നൂറ്റാണ്ടില് ദൈവത്തിന്റെ ദാസന്മാർ എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റ് വന്ന് പഠിപ്പിക്കുന്ന യഹൂദന്മാരായ ആളുകൾ. നമ്മൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചു വരുന്നവരത്രേ, അതിൽ ആശ്ചര്യമില്ല. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഹു ഈസ് ദാറ്റ് സാത്താൻ? ഐ ബിലീവ് ദാറ്റ് അന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആരാണ്? പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ പഠിപ്പിക്കാറുണ്ട്, പുരോഹിതന്മാർ പഠിപ്പിക്കാറുണ്ട്. അപ്പം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടും എന്ന് പറയുമ്പോൾ അവിടെ ഈ ജനതയെ വന്ന്, ഈ സഭയെ വന്ന്, കാരണം ഇവര് അന്ന് അവർക്ക് വേറെ ചർച്ച് ഹോളുകളില്ല, യഹൂദന്മാരും ദൈവമക്കളെല്ലാം ഒരുമിച്ചാണ് സിനഗോഗിൽ ആരാധിക്കുന്നത്. കാരണം പഴയ നിയമം നീങ്ങിപ്പോയിട്ടില്ല. അപ്പൊ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം. അപ്പം ഈ യഹൂദന്മാരെ ആളുകൾ വന്നിട്ട് ജാതികളോട് പറയുകയാണ്, നിങ്ങൾ വിഗ്രഹാർപ്പിതം തിന്നരുത്, നിങ്ങൾ വിഗ്രഹത്തിന് അർപ്പിച്ചത് കഴിക്കരുത്, നിങ്ങൾ എന്തുവാ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ അവർ വന്ന് പഠിപ്പിക്കുന്നത് എന്തോ, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ ചിലർ വന്നിട്ട് നുഴഞ്ഞു കയറിയിട്ട് തങ്ങളെ സ്പൈ എന്നിവരെ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവർ വന്ന് പഠിപ്പിക്കുക, അതായത് യഹൂദന്മാരായ ആളുകൾ വന്ന്, യഹൂദ പുരോഹിതന്മാർ വന്ന് ഈ സഭയിൽക്കകത്ത് വന്ന് സിനഗോഗിൽ വന്നിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കംസിഷൻ ചെയ്യണം, പരിച്ഛേദനയേക്കണം. അപ്പം പരിച്ഛേദനയേക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകൾ അതിനകത്ത് തെറ്റുവാൻ തുടങ്ങി. അങ്ങനെ ഗലാത്യർക്ക് ലേഖനം എഴുതുന്നു. അപ്പം ഈ ശ്രദ്ധിക്കണം, വെളിപ്പാട് പുസ്തകത്തിലെ ഈ സംഭവങ്ങൾ എഴുതുന്ന സമയത്ത് നിക്കലോവിരുടെ ഉപദേശം, ബിലയാമിന്റെ ഉപദേശം, മാത്രമല്ല ഇസബേലിന്റെ ഉപദേശം, ഇത് തിയതൈര സഭയിലും പെർഗമോ സഭയിലും എഫസോസിൽ എനിക്കൊന്ന് മറ്റ് സഭകളിലെല്ലാം ഇതിങ്ങനെ പഠിപ്പിക്കപ്പെടുന്നു. അപ്പം ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഇത് അവിടുത്തെ മാത്രം സംഭവമല്ല. ദാറ്റ് മീൻസ്, ചോദിക്കുന്ന ചോദ്യം, AD 70 ശേഷം 95 ഇത് എഴുതിയെങ്കിൽ ഏത് വെളിച്ചദൂതനാ സഭയ്ക്കകത്ത് വന്ന് പ്രസംഗിക്കാം? ഏത് യഹൂദനാ സഭയെ കലക്കാൻ വന്നു? കാരണം സകല യഹൂദന്മാരെയും റോമൻ സാമ്രാജ്യത്തിൽ മൊത്തം കൊന്നൊടുക്കി. ബാക്കിയുള്ളവരെ ലോകത്തിന്റെ അടുത്ത് ഓടിച്ചോളാം, അവർക്ക് അധികാരമില്ല. AD 70 11 ലക്ഷം പേർ കൊല്ലപ്പെട്ടു, 90,000 പേർ അടിമകളായി വിൽക്കപ്പെട്ടു. ഒറ്റ പുരോഹിതനില്ല. പിന്നെ എവിടെ നിന്ന് പുരോഹിതന്മാർ വന്ന് എഫെസോസ് സഭയെ പഠിപ്പിക്കും? ചിന്തിക്കും. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ ഇതിനെക്കുറിച്ച്
അപ്പോസ്തലന്മാരെടുത്തൊരു തീരുമാനം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അങ്ങനെ 15-ാം അധ്യായത്തിൽ ജെറൂഷലേം കൗൺസിൽ കൂടുന്നത്. ജെറൂഷലേം കൗൺസിൽ കൂടിയ ശേഷം അവരെടുക്കുന്ന തീരുമാനം നമുക്ക് അതിന്റെ 28-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും. 15-ാം അധ്യായത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ അവിടെ എടുക്കുന്ന അപ്പോസ്തലനായ പൗലോസും പത്രോസും യാക്കോബും എല്ലാം കൂടെ ചേർന്ന് എടുക്കുന്ന തീരുമാനം, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിങ്ങനെ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായി ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തുവാൻ പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്ന് അവരൊരു തീരുമാനമെടുത്തു. ഇസബേൽ എന്താ എന്ന് പറഞ്ഞത്? വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും ദുർനടപ്പാചരിപ്പാനും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, ദുർനടപ്പ് ആചരിക്കരുത്, ആചരിക്കണം, അങ്ങനെ അതിന് പ്രേരിപ്പിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇസബേൽ എന്ന സ്ത്രീ അനുവദിക്കുന്നു എന്ന് കുറ്റം ഞാൻ കാണുന്നു. പക്ഷെ അതേസമയം അപ്പോസ്തലന്മാർ ഇത് അനുവദിച്ചിരുന്നില്ല. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, എന്തു പറയുന്നേ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, ദുർനടപ്പ് ആചരിക്കരുത് എന്ന് നിലവിൽ സഭ പഠിപ്പിച്ചിരിക്കെ ഇസബേൽ എന്ന സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് സാരം, ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഇന്റേണലി നമ്മൾ നോക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. അത് AD 70 മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ടത്. ഇത് 95-ാമത്തെ വയസ്സ് എഴുതിയതല്ല. കാരണം ഓൾറെഡി ഈ പഠനം ഇസബേൽ എന്ന് പറയുന്നവർ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ തീരുമാനമെടുത്തു, അരുത്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, ദുർനടപ്പ് ആചരിക്കരുത്, ശ്വാസം മുട്ടിച്ചതിന് രക്തവും ഭക്ഷിക്കരുത്. കൃത്യമായിട്ട് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ 3 പ്രധാന കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, 7 സഭകൾ. അത് അന്നത്തെ കാലത്ത് 7 സഭകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഈ യുദ്ധം സാത്താൻ എന്നുള്ള വിഷയത്തിൽ കിടക്കുന്നു. മൂന്നാമത്തത് ദുരുപദേശകന്മാരായി കള്ളയപ്പോസ്തലന്മാരായ ആളുകൾ ദൈവസഭയ്ക്കകത്ത് വന്ന് ദൈവസഭയ്ക്ക് കേടുവരുത്തുന്ന നടപടികൾ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ കൃത്യമായ നിലയിൽ പറഞ്ഞു, പാടില്ല, പരിച്ഛേദനയുടെ ആവശ്യമില്ല, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, ദുർനടപ്പ് ആചരിക്കരുത്. ഇത് കൃത്യമായ നിലയിൽ ഇന്റേണലി നമ്മൾ വചനം മനസ്സിലാക്കുന്നെങ്കിൽ പറയാം, നമുക്ക് മനസ്സിലാക്കാനുള്ള സത്യം ഇന്റേണലി ഇത് AD 70 മുമ്പ് തന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ രചിക്കപ്പെട്ടതാണെന്നതിൻ്റെ തെളിവുകളാണ്. ബാക്കി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കത് അടുത്ത വീഡിയോ പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ 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 ദുഃഖകരമായ നിലയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസത്യമാണ്, ഒരു തെറ്റായ പഠനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന അന്ത്യകാല ശാസ്ത്രം. കാരണം ഞാൻ എൻ്റെ ഒറ്റക്കാരോട് പറഞ്ഞു നിർത്താം, ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ ഈ അന്ത്യകാല ശാസ്ത്രം കേൾക്കുമായിരുന്നു. അന്ന് കുവൈറ്റ് വാർ വന്നപ്പോൾ മുഴുവൻ ആളുകളും പറഞ്ഞു കർത്താവിൻ്റെ വരവാണ്, സദാം ഹുസൈൻ അന്ത്യക്രിസ്തുവാണ്, സദാം ഹുസൈൻ അയച്ചിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ബൈബിളിൽ കാണുന്ന വെട്ടുക്കിളി, വെളിപ്പാട് പുസ്തകത്തിലെ 5 വർഷം വെട്ടുക്കിളി അയക്കും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ മഹാന്മാരായ ആളുകൾ പ്രസംഗിച്ചു. ഇപ്പോൾ ഗാസ വന്നു, ഗാസയുടെ യുദ്ധം തീരാൻ പോകുന്നു. ഇനിയും ഇവർ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറയും, വേണ്ട, തീരത്തില്ല, വരുന്നു എന്ന് പറയും. ഇത് absolute nonsense. Absolute nonsense. Whoever it preached. So we need to clarify it. The book of Revelation is written before AD 70. അടുത്ത തെളിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ കർത്താവ് തന്നെ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ ദൈവം തുറക്കട്ടെ. നമുക്ക് ദൈവരാജ്യത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് തുടരാം. God bless you all. Thank you.